Okay, so നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങളെല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത Motorola One Fusion Plus-ന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെറും സെക്കൻഡുകൾക്കുള്ളിലാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയത്. സോ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഭാഗ്യം കൊണ്ട് ഈ ഒരു പീസ് എനിക്ക് കിട്ടി. 6GB 128GB ആണ്, സിംഗിൾ വേരിയൻ്റ് ആണ്. സോ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളും പിന്നെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന Motorola One Fusion Plus-ൻ്റെ അൺബോക്സിങ്. ഇതാണ് അതിൻ്റെ ബോക്സ് കാണുമ്പോൾ നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത Realme 6 Pro ആണെങ്കിലും റിയൽമീൻ്റെ മറ്റേ ആക്സസറീസ് ആണെങ്കിലും Poco X2 ആണെങ്കിലും ആ പാക്കേജിങ് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീലും പ്രീമിയം ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് ഡീസൻറ്റ് നോർമൽ പാക്കേജിങ് ആണ്. പക്ഷേ അതേ സമയത്ത് പാക്കേജിങ്ങിൽ എന്തിരിക്കുന്നു, അകത്തുള്ള ഫോൺ അടിപൊളിയായാൽ മതി. ഫ്രണ്ടിൽ Motorola One Fusion Plus എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വേറെ ചില ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. റൈറ്റിൽ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ബാക്കിൽ ഓക്കെ, ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക്? ഇതാ ഫ്രണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ബാക്ക് ആയിരിക്കും. 64 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് പ്ലസ് നൈറ്റ് വിഷൻ, ബ്ലേസിംഗ് ഫാസ്റ്റ് പെർഫോമൻസ്, ഡേയ്സ് ഓഫ് ബാറ്ററി ലൈഫ് പ്ലസ് ടെർബോ പവർ ചാർജിങ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G പ്രോസസ്സർ ഉണ്ട്. സോ അതാണ് ബേസിക്കലി എഴുതിയിരിക്കുന്നത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് താഴെ. മെയ്ഡ് ഇൻ ഇന്ത്യ, ഡിസൈൻഡ് ബൈ മോട്ടറോള, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ഇതാണ് നമ്മുടെ Motorola One Fusion Plus ഫോൺ. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓൾറെഡി TPU കേസിലാണ് വരുന്നത് കേട്ടോ. സാധാരണ നോർമലി TPU കേസും ഫോൺ സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷേ ഇത് TPU കേസിനോടൊപ്പമാണ് വന്നത്. നമുക്ക് നോക്കാം, മാറ്റി വെക്കാം തൽക്കാലം. സിം ഇജക്ടർ ടൂൾ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ്, പിന്നെ ചാർജിങ് കേബിൾ ഉണ്ട്. ടൈപ്പ് C ചാർജിങ് കേബിളാണ്, ഞാൻ കാണിച്ചു തരാം. സോ കണ്ടില്ലേ, ടൈപ്പ് C ചാർജിങ് കേബിളാണ്. പിന്നെ 18 വാട്ടിൻ്റെ ടെർബോ ചാർജറും ഉണ്ട്. ഓക്കെ, സോ മെയിൻലി ഈ 6 ഐറ്റംസ് ആണ് നിങ്ങൾക്ക് Motorola One Fusion Plus-ൻ്റെ പാക്കേജിങ്ങിൽ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഓബ്വിയസ്ലി ഫോണാണ്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, TPU കേസ് ഉണ്ട്, ടൈപ്പ് C ചാർജിങ് കേബിൾ, 18 വാട്ടിൻ്റെ ടെർബോ ചാർജർ, പിന്നെ സിം ഇജക്ടർ ടൂൾ. സോ ഞാനിതെല്ലാം മാറ്റി വെക്കാൻ പോവാണ്. നമുക്ക് ഫോണും TPU കേസും നോക്കാം. ഓക്കെ, സോ അത്യാവശ്യം നല്ല ഹെവി ഫോണാണ്. 210 ഗ്രാമാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട്. ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടില്ല, കാരണം ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ Poco X2-നും Realme 6 Pro-ലും കണ്ട ഒരു ഗ്ലാസ് ബാക്ക് അല്ല, പ്ലാസ്റ്റിക് ബാക്ക് ആണ്. സ്റ്റിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു ചീപ്പ് ഫീൽ ഇല്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഒരു ഫീൽ കിട്ടുന്നുണ്ട്, ബിൽഡ് ക്വാളിറ്റീൻ്റെ. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ നോച്ചോ അല്ലെങ്കിൽ സെൽഫി ക്യാമറയുടെ കട്ടൗട്ട് ഒന്നുമില്ല. ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഇതിൽ സെൽഫി ക്യാമറ പോപ്പപ്പ് ആണ്. സോ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. TPU കേസ് ക്വാളിറ്റി ഡീസൻ്റ് ആണ്. എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടത് റിയൽമിയുടെ 6 Pro-ൻ്റെ കൂടെ കിട്ടിയ TPU കേസാണ്. ഇതും ഓക്കെയാണ്, ഡീസൻറ്റ് ക്വാളിറ്റിയാണ്, നോട്ട് ബാഡ്. ഓക്കെ, ഇത്രയും ഇഷ്യൂ ഇല്ല എന്ന് തോന്നുന്നു. ട്രാക്കിംഗ് ടെക്കിൻ്റെ സ്റ്റൈലാണ് ഈ ഒരു TPU കേസ് ചെക്ക് ചെയ്യുന്ന സ്റ്റൈൽ. മേളിൽ നിന്ന് ഇങ്ങനെ ഫോൺ ഇങ്ങനെ താഴേക്ക് ടേബിളിലേക്ക് ഇടുന്നത്. സോ അന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ഡീസൻറ്റ് കേസിംഗ് ആണ്, നോട്ട് എൻ ഇഷ്യൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഫ്രണ്ടും ഗൊറില്ല ഗ്ലാസ് ഏത് വെർഷനാണെന്ന് മോട്ടറോള പറഞ്ഞിട്ടില്ല ഒഫീഷ്യലി. സോ എനിക്ക് തോന്നുന്നത് ഗൊറില്ല ഗ്ലാസ് 3 അല്ലെങ്കിൽ 3+ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ അവർ പറഞ്ഞേനെ. സോ ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. എന്തായാലും ഏത് ഗൊറില്ല ഗ്ലാസ് ആയാലും നമ്മൾ എന്തായാലും പ്രൊട്ടക്ഷൻ കവർ ഇടും, ഇതിൻ്റെ മേളിൽ ടെമ്പേർഡ് ഗ്ലാസ് എന്തായാലും ഇടും. സോ ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. സോ ടോപ്പിൽ മെയിൻലി 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് നോയ്സ് ക്യാൻസലേഷൻ ആയിക്കൊണ്ട്, സെക്കൻഡ് ആണ് നമ്മുടെ സെൽഫി ക്യാമറയുടെ കട്ടൗട്ടാണ്, നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് നോക്കാം. തേർഡ് സിം കാർഡിൻ്റെ ട്രേ ആണ്, അത് നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഹൈബ്രിഡ് ആണോ ഡെഡിക്കേറ്റഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് സ്മൂത്ത് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. One Fusion Plus-ൻ്റെ റൈറ്റ് സൈഡിൽ 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് കോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്. സോ ഈ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. പിന്നെ വോളിയം റോക്കർ ഉണ്ട്. തേർഡ് ആണ് പവർ ബട്ടൺ. ഫോണിൻ്റെ ബോട്ടം സൈഡ് നോക്കിയാൽ ഇവിടെ 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് ബോട്ടം ഫയറിംഗ് സിംഗിൾ സ്പീക്കേഴ്സ് ഉണ്ട്. സെക്കൻഡ് USB Type C ചാർജിങ് പോർട്ട്. തേർഡ് മൈക്കാണ്. ഫോർത്ത് ആണ്
3.5mm ഹെഡ്ഫോൺ ജാക്ക്. ഫോണിൻ്റെ ബാക്കിൽ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ സെൻസറുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതിനോടൊപ്പം തന്നെ ഫ്ലാഷ് ഉണ്ട്, പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണ്. ഈ മോട്ടോറോളയുടെ സൈൻ കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 സിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മൈക്രോ SD കാർഡും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഫസ്റ്റ് ലുക്കും ഫസ്റ്റ് ഇംപ്രഷനും. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ഈ ഫോണിന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം, ഇതിൻ്റെ സെൻസേഴ്സൊക്കെ. അതിനു മുന്നേ ഞാൻ ഈ ഫോണിന്ന് സെറ്റപ്പ് ചെയ്തോട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, സോ ഞാൻ മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. സെറ്റപ്പ് ചെയ്യുമ്പം ഏതെങ്കിലും ബ്ലോട്ട് വെയറോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞും ഇവിടെ എനിക്ക് ഒറ്റ സിംഗിൾ ബ്ലോട്ട് വെയർ ഇല്ല, ഒരൊറ്റ ബ്ലോട്ട് വെയർ പോലും ഇല്ല. അതിനോടൊപ്പം തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ആണെങ്കിലും സെറ്റിങ്സ് ആണെങ്കിലും ഏത് ആപ്പായാലും നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ആഡ് പോലും കാണേണ്ടി വരില്ല. പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. സോ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ അണ്ടർ 20,000 നിങ്ങളൊരു ബെസ്റ്റ് ഫോൺ വിത്ത് ക്ലോസ് ടു ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പക്ഷേ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ചില നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 20,000 താഴെ വേണമെങ്കിൽ ഒരു കിടിലൻ ഒരു ഓപ്ഷൻ ആയിരിക്കും മോട്ടോറോളയുടെ മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ്. സോ ഇനി നമുക്ക് മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഡിസ്പ്ലേ ആണ് 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 19.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. നമ്മൾ പോക്കോ X2 കണ്ടതുപോലെ അതേ സെയിം HDR10 ഫീച്ചർ ഇതിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു LCD ഡിസ്പ്ലേ ആണ്. വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്. കളറൊക്കെ നല്ല പോപ്പ് ഔട്ട് ആവുന്നുണ്ട്, നല്ല കോൺട്രാസ്റ്റ് ആണ്. LCD ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് തന്നെ ഉണ്ട്. AMOLEDന്റെ കോൺട്രാക്ഷൻ ഡീപ് ബ്ലാക്ക്സ് ഇല്ലെങ്കിലും നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ക്യാമറ കട്ടൗട്ടോ, സോ പോക്കോ X2 ക്യാമറ കട്ടൗട്ട് ഉണ്ടല്ലേ, ആ ഒരു ക്യാമറ കട്ടൗട്ട് ഇല്ല, അല്ലെങ്കിൽ നോച്ചും ഇല്ല. സോ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടും. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ് മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ. പിന്നെ മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് മോട്ടോറോള ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഗൊറില്ല ഗ്ലാസ് 5 എന്തായാലും അല്ല, മിക്കവാറും 3 അല്ലെങ്കിൽ 3+ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും എനിക്ക് തോന്നുന്നത് 450 നിറ്റ്സ് റേഞ്ചിലായിരിക്കും. അതും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് 450 നിറ്റ്സ് മാക്സ് ബ്രൈറ്റ്നസ് ആയിരിക്കും. പോക്കോ X2 അത്ര ഇല്ല, എന്നാലും ഡീസൻ്റ് ആണ്. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ആവാമായിരുന്നു. റീഡബിലിറ്റി ഇഷ്യൂ ഇല്ല, അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നും വരുന്നില്ല. നല്ല വ്യൂവിംഗ് ആംഗിൾസ് തന്നെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബെറ്റർ ഡിസ്പ്ലേ ആയേനെ. ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബെസൽസ് ഒക്കെ നല്ല തിൻ ബെസൽസ് ആണ്. ബോട്ടം ഡീസൻറ്റ് ചിന്നുണ്ട്, ഡീസൻറ്റ് സൈസുള്ള ചിന്നാണ്. പക്ഷേ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നല്ല തിൻ ബെസലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ റിഫ്രഷ് റേറ്റ് നോർമൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മോട്ടോറോള വൺ ഫ്യൂഷൻ പ്ലസിൽ കിട്ടില്ല. ഇതിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G ആണ്. നമ്മൾ പോക്കോ X2 കണ്ട അതേ ചിപ്സെറ്റ് ആണ് ഇതിലുള്ളത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G. കൂടെ വരുന്ന GPU ആണ് Adreno 618. 8 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ചുണ്ടാക്കിയ ചിപ്സെറ്റാണ്. ഞാനിതിൽ PUBG കുറച്ച് നേരം കളിച്ച് നോക്കിയായിരുന്നു. സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയത്. PUBGയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ലാഗും ഡ്രോപ്പും ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ചിലപ്പോഴൊക്കെ സ്ക്രീൻ ഓട്ടോ മൂവ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനി എൻ്റെ പ്രോബ്ലം ആണോ അതോ ഫോണിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇഷ്യൂ പോകാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. PUBGൻ്റെ ഒരു ഇൻഡെപ്ത് PUBG റിവ്യൂ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. സോ ബാക്കി നോർമൽ ജനറൽ യൂസിന് വേണ്ടിയൊക്കെ ഇതിൻ്റെ UI ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയും പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ ആപ്സ് ഒക്കെ തുറക്കാൻ വേണ്ടി ഫോൺ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇതിൽ വർക്ക് ആവുന്നത്. മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻറ്റിലാണ്. 6GB 128GB ആണ് ആ വേരിയൻറ്റ്. പിന്നെ LPDDR4X റാം ആണ്. UFS 2.1 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. നമ്മൾ അൺബോക്സിലും കണ്ടിരുന്നു. സോ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് 10 കിട്ടുന്നുണ്ട്. അതിൻ്റെ മേളിൽ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ മോട്ടോറോളയുടെ ചില ഫീച്ചേഴ്സൊക്കെ ഇൻബിൽഡ് ഉണ്ട്, നല്ല ജെസ്റ്റേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. മെയിൻ ക്യാമറ, അതായത് റിയർ ക്യാമറയിൽ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ സെൻസർ ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ഉണ്ട്. 2 മെഗാ പിക്സലിൻ്റെയാണ് ഡെപ്ത് സെൻസർ. വീഡിയോസ് മാക്സിമം 4K 30 FPS എടുക്കാം. പിന്നെ 1080p 30 and 60 FPS എടുക്കാൻ കഴിയും. പിന്നെ ഈ ഫോണിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇതിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ. 16 മെഗാ പിക്സലിൻ്റെയാണ് പോപ്പപ്പ് സെൽഫി ക്യാമറ.
ഈ ഫോണിൻ്റെ റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ സാമ്പിൾസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഞാൻ ഇൻഡെപ്ത് നോക്കിയില്ല ഇതുവരെ, നോക്കണം. ഒരു ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ ഞാൻ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലൊരു ക്യാമറയാണ്. നല്ല ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മോട്ടോറോളയുടെ One Fusion Plusൽ ഉള്ളത്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഇതിലുള്ളത് 5000 mAh ബാറ്ററിയാണ്. കൂടെ ബോക്സിൽ കിട്ടുന്നത് 18 വാട്ടിൻ്റെ ആണ് ടർബോ ചാർജർ. ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഫോൺസിൽ കിട്ടുന്ന എല്ലാ സെൻസേഴ്സും നിങ്ങൾക്ക് മോട്ടോ One Fusion Plusലും കിട്ടുന്നുണ്ട്. ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചറില്ല, പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. സോ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണ്. സോ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാനൊരു ആംഗിളിൽ കാണിച്ചു തരാം, നിങ്ങൾ കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫാസ്റ്റാണ്. ആ ഒരു ഡിലേ കാണുന്നില്ല, അത് ശരിക്കും പറഞ്ഞ ഒരു ആനിമേഷനാണ്, അതുകൊണ്ടാണ് ഒരു ഡിലേ തോന്നുന്നത്. അതുകൊണ്ടാണ് ലോക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് പ്രസ് ചെയ്താൽ നല്ല ഫാസ്റ്റാണ്. നല്ല ഫാസ്റ്റ് ആൻഡ് സെക്യൂറായ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, റിയർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് മോട്ടോ One Fusion Plusലുള്ളത്. ഇതിൽ ബോട്ടം ഫയറിംഗ് സിംഗിൾ സ്പീക്കേഴ്സാണ്. വളരെ ലൗഡും വളരെ ക്ലിയറായ നല്ലൊരു ഓഡിയോ പെർഫോമൻസ് നൽകുന്ന ഒരു സ്പീക്കറാണ് ഇതിലുള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഓഡിയോ സാമ്പിൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. Of the sun, to dream, believe in strength. Now I'm the only one. മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, FM റേഡിയോൻ്റെ സപ്പോർട്ട് ഉണ്ട്, വൈഡ് 1 L1 സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ SAR വാല്യൂ ആണ് 0.52 Watt/kg ഫോർ ഹെഡ്, 1.43 Watt/kg ഫോർ ബോഡി. മോട്ടോ One Fusion Plusൻ്റെ ബിൽഡ് നോക്കിയാൽ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ഉണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ പ്രീമിയം ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് ഹോൾഡ് ചെയ്യുമ്പം. അതിനോടൊപ്പം തന്നെ P2A നാനോ കോട്ടിംഗ് ഉണ്ട്. സോ മോട്ടോ One Fusion Plus വാട്ടർ സ്പിൽ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. മോട്ടോ One Fusion Plusൻ്റെ ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസാണ് 16,999 rupees ആണ്. 6GB 128GB സിംഗിൾ വേരിയൻ്റ് ആണ്. 2 കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ബ്ലൂ കളറാണ്. സോ മോട്ടോ One Fusion Plusനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ ഫ്രാങ്ക്ലി ഞാൻ വളരെ ഹാപ്പിയാണ്. മോട്ടോറോള ഇസ് ബാക്ക് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഇത്രയും നല്ല ഫോൺ, ഇത്രയും നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസ് 16,999 rupees എനിക്ക് തോന്നുന്നത് വളരെ കോമ്പറ്റേറ്റീവായ പ്രൈസാണ്. പ്ലസ് ഇവർ 720G അല്ല 730G ആണ് എടുത്തിരിക്കുന്നത്. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, അതിനോടൊപ്പം തന്നെ 60 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു നെഗറ്റീവ് പോയിൻ്റ് ആണ്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആണെങ്കിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു ഫസ്റ്റ് ലുക്ക് ഇംപ്രഷനാണ്. എന്തായാലും ഞാൻ ഈ ഫോൺ കുറച്ച് നാൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഇൻ ഡെപ്ത് റിവ്യൂ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. പ്ലസ് സ്പെസിഫിക് കാറ്റഗറീസ് ഉള്ള റിവ്യൂ ഞാൻ ഷെയർ ചെയ്യും. ക്യാമറ റിവ്യൂ, പിന്നെ PUBG പെർഫോമൻസ് റിവ്യൂ ഒക്കെ. പിന്നെ വേറെ ഏതെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്, ഇതിനെക്കുറിച്ചുള്ള വേറെ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. ഈ അൺബോക്സിംഗ് വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഞങ്ങൾ എത്രയും പെട്ടെന്ന് 100K സബ്സ്ക്രൈബേഴ്സ് എത്താൻ പോവുകയാണ്. സോ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എത്തും. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ, ദിസ് ഈസ് ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.